പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രകാശ് വർമ്മ, അതുപോലെ തന്നെ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തെ ആ നടൻ്റെ പെർഫോമൻസിൻ്റെ അനുസരിച്ചാണ് മോഹൻലാലിൻ്റെ ഒരു റേഞ്ച് ഇങ്ങനെ മാറുന്നത്. മോഹൻലാൽ ഇത്രയും അപാരമായി പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ നടൻ്റെ പെർഫോമൻസും കൂടെ ചേർത്താണ്, മാറ്റുരയ്ക്കുകയാണ്. ഇതൊരു മാറ്റുരയ്ക്കുകയാണ് ഇതിനകത്ത്. ഇപ്പോൾ സായ്കുമാർ വന്നാൽ, അല്ലെങ്കിൽ തിലകൻ വന്നാൽ, അതുപോലെ തന്നെ പിന്നെ NF വർഗീസ് വന്നാൽ, ഈ മോഹൻലാലിന് ഓപ്പോസിറ്റായിട്ട് അത്തരം നടന്മാർ വരുമ്പോൾ ആ നടൻ്റെ ഒരു റേഞ്ചും ആ നടൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ അങ്ങ് മാറും. അത് ഈ സിനിമയിൽ ഇവർ മുഖാമുഖം വരുന്ന രംഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ആ രംഗങ്ങളിലൊക്കെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ നടനോട് അതിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് വളരെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ആ നായകനെ നേരിടുന്ന ഒരു വില്ലനെ, അതാണ് ഈ സിനിമയിൽ ആളുകൾ ആദ്യന്തം എൻജോയ് ചെയ്യുന്നത്. ഒരു രക്ഷകൻ്റെ പരിവേഷത്തിൽ വന്ന് ശിക്ഷകനായി മാറുന്ന ഒരു വില്ലൻ, അത് നമുക്ക് പറയാതെ വയ്യ.